പ്രിയപ്പെട്ടവരെ നോക്കൂ, ശ്രീമതി രേഖാ രതീഷിന്റെ വിഷയം നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറുതായി എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം അവർ ഇന്നലെ 3 മണിയോട് കൂടി ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ പോയി ബന്ധപ്പെട്ടവരെ കണ്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ഒരു 30 യൂട്യൂബേഴ്സാണ് ഇടുന്നത്. എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇത് പിച്ച് ചീന്താൻ എന്ത് പാപം ചെയ്തു നിങ്ങളോട്? ഞാൻ ഇത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പറയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതും ഇടണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് ചീത്തയും പറയണ്ട. ഞാൻ ജീവിച്ച് പൊയ്ക്കോട്ടെ. ഞങ്ങളെപ്പോലുള്ളവരെയും സാധാരണക്കാരെയും വലിച്ചു കയറി പേസ്റ്റാക്കിയിട്ട് നിങ്ങൾ 1 രൂപ ഉണ്ടാക്കല്ലേ. യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. മേ ബി അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ പറയുന്നത്. അതാരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ വീഡിയോയിലൂടെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രേഖാ രതീഷ് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ചു പറഞ്ഞതല്ല, ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്നാണ് പറഞ്ഞത്. എന്നാലും അത് പിശക് തന്നെയാണ്. ആ പിശക് പൂർണ്ണമായും അംഗീകരിച്ച് ആ യൂട്യൂബേഴ്സിനോടൊക്കെ ഖേദം പ്രകടിപ്പിച്ചുകൂടിയാണ് രേഖാ രതീഷ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. രേഖാ രതീഷ് പറഞ്ഞ യൂട്യൂബ് ചാനലുകൾ 20ഓളം യൂട്യൂബ് ചാനലുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെയും ഇതിനകത്ത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചില യൂട്യൂബ് ചാനലുകളുടെ പേരും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 1-2-3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്, അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിന്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വിത്ത് പാകിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ് എന്നെ മാനസിക സംഘർഷത്തിൽ വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത്. എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കും. ഏറെ പ്രിയപ്പെട്ട രേഖാ രതീഷ്, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നിങ്ങൾ പറഞ്ഞ യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല നിങ്ങളെ സൈബർ ബുള്ളിങ്ങിനും നിങ്ങളുടെ ജീവിതം തകർക്കുമാർ ഉച്ചത്തിൽ അലറിയതും ആരൊക്കെയാണെന്നറിയോ? ഇവർ കൂടിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വളരെ കൃത്യമായി പൊടിപ്പും തൊങ്ങലും വെച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തെറിഞ്ഞവർ. ഇനി ഞാൻ കല്യാണം കഴിക്കൂ കഴിക്കാതിരിക്കൂ, ഇതെല്ലാം എൻ്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ കണ്ടില്ല? ഇനി കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരും. ഇവർക്കെതിരെയും നടപടി വേണം. ഇവർക്കെതിരെയും നിങ്ങൾ പരാതി ഉയർത്തണം. ഓൺലൈൻ മാധ്യമ രംഗത്ത് ഒരുപാട് കാലത്തെ പരിചയമുള്ള, ഓൺലൈൻ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള, ഓൺലൈൻ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ ഫോളോ ചെയ്യുന്ന മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വകാര്യതയെ വളരെ കൃത്യമായി വരച്ചു കാട്ടാൻ, ഇക്കിളിപ്പെടുത്താൻ, സമൂഹ ജാഗ്രതയുടെ അടയാളപ്പെടുത്തലായി ഒപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആരും കണ്ടില്ല. നിങ്ങൾ കാണണം. അതുകൂടി ബഹുമാനപ്പെട്ട CM-ന്റെ മുമ്പിലേക്ക് നിങ്ങൾ വലിച്ചിട്ട് കൊടുക്കണം. സത്യം ജയിക്കട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ.